ரொம்ப ദൂരം പോയിട്ടേ അനുമോൾ. ഒപ്പം റെന ഫാത്തിമയും. ജിസേൽ ഇപ്പോൾ ആ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. ജിസേൽ ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് ജിസേലിന്റെ സ്പേസ് കയറി ഗോൾ അടിച്ച് തകർക്കാൻ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് റെന ഫാത്തിമ. അപ്പോൾ നമുക്കിന്ന് തുടങ്ങേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈവിൽ ഒരു സംഭവം ഉണ്ടായി. അതിനു മുന്നേ അക്ബറിനെ കുറിച്ചൊരു കാര്യം കൂടെ പറയാം. ഈ സീസണിലെ കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള ഒരു പേര് അക്ബറിന് ആദ്യമേ കിട്ടിയിരുന്നു. കാരണം രേണു സുധിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത ആ ട്രൈകളെല്ലാം കൂടെ കണ്ടിട്ടാണ് അക്ബറിനെ നമ്മൾ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞത്. പക്ഷേ അക്ബർ അവിടെ മാത്രമല്ല കൺവിൻസിങ് സ്റ്റാർ. അനുവിനെതിരെ എല്ലാവരെയും തെറ്റിക്കാൻ അക്ബറിന് സാധിക്കുന്നുണ്ട്. ശൈത്യ ഇപ്പോൾ അനുവിൻ്റെ അടുത്ത് ഒട്ടും തന്നെ ഇരുന്ന് സംസാരിക്കാറില്ല. ഒരു പക്ഷേ അനു അത് ഇതുവരെ തുറന്ന് എവിടെയും പറയാത്തത് ശൈത്യ വേറൊരു ടീമും അനുമോള് കിച്ചൺ ടീമും ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇനി ഇപ്പോൾ അനുമോളുമായിട്ട് കൂടുതൽ ഇന്റിമസി കാണിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് ആദിലയായിരുന്നു. പക്ഷെ അവരെയും അക്ബർ തിരിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ടീം വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ, അതായത് ആരൊക്കെയാണെന്ന് പറയാം, അക്ബർ, ആദില, നൂറ, റെന ഫാത്തിമ, സരിക, ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റെനയ്ക്ക് ഒരു കാപ്പി വേണം. റെനയ്ക്കും അപ്പാനിയും ഉണ്ട് കേട്ടോ. ആ ടീമിനകത്ത് അപ്പാനിയുണ്ട്, അപ്പാനിയും ഉണ്ടേ. അപ്പാനി കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനും കൂടിയാണേ. അപ്പൊ റെനയ്ക്ക് കാപ്പി വേണം. അപ്പൊ റെന പറയുന്നുണ്ട് റെന തന്നെ ഇട്ടോണ്ട് വരാം. അപ്പൊ സരികയ്ക്കും കാപ്പി വേണം. അപ്പൊ റെന പോയി ഇട്ടോണ്ട് വരാം എന്ന് പറയുന്നുണ്ട്. കിച്ചണിൽ ആരുണ്ട്? അനുമോളുണ്ട്. അനുമോൾക്ക് ആരെ ഇഷ്ടമല്ല? റെന കിച്ചണിൽ പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഇവരെല്ലാവരും കൂടി റെനയെ തന്നെ, അപ്പാനി ഉൾപ്പെടെ എല്ലാവരും റെനയെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അപ്പാനിയും കൂടെ പോകുന്നുണ്ട്. റെന നേരെ പോയി കിച്ചണിൽ പോയി കാപ്പി ഇടാൻ നോക്കുമ്പോൾ ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടല്ല അവർ കാപ്പി ഇടുന്നത്, അവരല്ലാതെയാണ് കാപ്പി ഇടുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അനുമോള് പൊട്ടിത്തെറിച്ചുകൊണ്ട് റെനയുടെ നേരെ. പക്ഷെ അങ്ങനെ സംസാരിച്ച് വന്ന വഴിക്ക് റെന പറഞ്ഞ വാക്കുകളാണ്, അതും അതിന് മറുപടിയായിട്ട് അനുമോള് പറഞ്ഞ വാക്കുകളും, ഇത് അവിടെ കേട്ടിട്ട് അക്ബർ ഇവിടെ ഇരുന്ന് പറയുന്ന വാക്കുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, അക്ബർ പറയുന്നുണ്ട് റെന എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ റെനയും അനുവും തമ്മിലുള്ള ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഏറ്റവും മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് അനുമോളാണ് ഇവിടുത്തെ മുഴുവൻ കുഴപ്പവും. അനീഷിനേക്കാൾ അനുമോള് മോശമാണ് എന്ന് അക്ബർ ആദില, നൂറ, സരിക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് അക്സെപ്റ്റ് ചെയ്ത് അവർക്കൊപ്പം, അതായത് അക്ബറിനൊപ്പം നിൽക്കുകയാണ് ആദിലയും നൂറയും. അതാണ് പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഈ അടുക്കളയിലോട്ട് നോക്കി ഇവരിങ്ങനെ കണ്ട് കമന്റ് പറയുകയാണ്. ഇനി അടുക്കളയിലേക്ക് വരാം. അവിടെ അനുമോളും റെന ഫാത്തിമയും തമ്മി അടിയായതിൻ്റെ ആ കൂട്ടത്തിൽ ആര്യൻ നിൽപ്പുണ്ട്, നെവിൻ നിൽപ്പുണ്ട്, നമ്മുടെ ജിസേല നിൽപ്പുണ്ട്. പിന്നെ അവിടേക്ക് അപ്പാനിയും കയറി വന്നു. അപ്പൊ അപ്പാനി അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റെന നീ മാറുന്നില്ല, ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് കൂടെ. പക്ഷെ അനു അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ സരിക പുറത്ത് നിന്ന് കാണുന്ന സരിക പറയുന്നുണ്ട് ഇവക്കിത് എന്തിന്റെ കേടാണ്, എല്ലാവരും പോയി കാപ്പി ഇടുന്നതല്ലേ, അപ്പൊ ചുമ്മാ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ഇവിടെ പലരും പറയുന്നുണ്ട്. സരിക മാത്രമല്ല, ഈ പറഞ്ഞ പ്രയോഗം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ റെന പറയുകയാണ് അനുമോൾക്ക് പുറത്ത് PR ഉണ്ടല്ലോ, അപ്പൊ PR-നെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടല്ലേ അനുമോൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ക്യൂട്ട്നെസ് തൂറി എറിയുകയാണെന്നാണ് റെന പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റെന കുറേ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നോമിനേഷൻ റെന ആരെയൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അവിടെ പോലും അനുമോൾ റെന പറഞ്ഞിട്ടില്ല. പകരം റെന ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തതുപോലും വളരെയധികം മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഇവിടെ ഈ അനുമോളുടെ കേസിൽ ഈ അടുക്കളയിൽ ഈ വൻ വിഷയം ഉണ്ടാകുമ്പോൾ റെന പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. ഇവിടെ ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ സോഫയിൽ കയറിയിരുന്ന് ആര്യനും ആദിലയും അനുമോളും കൂടെ സോഫയിൽ കിടന്നുകൊണ്ട് സംസാരിച്ച്, ഇത് ജിസേലും നമ്മുടെ റെനയും കൂടെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോളും ആര്യനും ഭയങ്കര ഫേക്ക് ആയിട്ടാണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ട് അല്ലാത്ത രീതിയിൽ അവിടെ അങ്ങനെ കിടന്ന് ചിരിക്കുകയും കളിക്കുകയും ബഹളം വെക്കുകയും തമാശ പറയുകയും ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് റെന പറഞ്ഞത് ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ നോക്കുവല്ലേ അനുമോളേന്ന്. ഇത് നെവിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നെവിൻ പെട്ടെന്ന് ആരിവിടെ ലവ് ട്രാക്ക് ഉണ്ടാക്കി, ആരെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞ് നെവിൻ അവിടെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന കണക്ക് ഈ അനുമോളും ആര്യനും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനൊന്നും നെവിൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളൊരു രീതി ഉണ്ട്. അപ്പൊ റെന അവിടെ PR-ന്റെ കാര്യം പറയുന്നുണ്ട്. അനുമോൾക്ക് പുറത്ത് PR ആണ്, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. രണ്ടാമത്തെ കാര്യം, ക്യൂട്ട്നെസ് തൂറി എറിയുന്നു എന്നുള്ളൊരു വർത്തമാനം, അത് കുറച്ച് ഓവറായി പോയി. എല്ലാവരും പക്ഷെ കൈയടിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് നമ്മുടെ അനുമോള് പറയുന്നത് അതൊക്കെ എൻ്റെ കഴിവാ, അതൊക്കെ എൻ്റെ മിടുക്ക. അപ്പം ഈ PR-ൻ്റെതിനകത്തും അനുമോള് പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു,
ക്യൂട്ട്നെസ്സിന്റെ ആ ഒരു മോശം വാക്കിനകത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ശരി, റെന അടുത്ത ലാലേട്ടന്റെ മുമ്പിൽ ഇത് സംസാരിക്കേണ്ട ഒരു ഇട വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, വിശ്വസിക്കുന്നത്. കാരണം ലാലേട്ടൻ ഇപ്പം മോളെന്നും മോനെന്നും വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ജിസേലിനെ അനുമോള് എന്തോ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തു. ജിസേൽ ആണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പ്രശ്നത്തിന് നിൽക്കാതെ വളരെ മാന്യമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം ജിസേലിനെ കുറിച്ച് അനുമോള് പറഞ്ഞ ബോയ് ഫ്രണ്ട് പ്രയോഗം ജിസേലിനെ നന്നായിട്ട് തളർത്തിയിട്ടുണ്ട്. ഇനി ഈ മലയാളികളൊക്കെ തന്നെ കുറിച്ച് അങ്ങനെയാണോ ചർച്ച ചെയ്യുന്നതെന്നുള്ളൊരു തോട്ടായിരിക്കാം ജിസേലിന്. മാത്രവുമല്ല, അനുമോൾക്ക് പുറത്ത് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ജിസേലും ശരിക്കും പറഞ്ഞാൽ തനിക്കെതിരെ അനുമോളിന്റെ പോസിറ്റീവായിട്ട് അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തനിക്കെതിരെ ഇതൊക്കെ ആയിരിക്കുമോ പറയുന്നതെന്നൊക്കെയുള്ളൊരു പേടി എന്തായാലും കാണാം. കാരണം നോമിനേഷന്റെ സമയത്തൊക്കെ ജിസേൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് തലയിലൊക്കെ കൈവച്ച് തലവേദനയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അടുത്തൊരു കാര്യം, നോമിനേഷന്റെ ഒരു സമയത്ത് ജിസേൽ പറയുന്നത് ഈ ഒരാഴ്ച കിച്ചൺ ടീമിൽ വന്നതിന്റെ കുറച്ചധികം അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, താൻ നല്ല ടയേർഡാണ് എന്നും ജിസേൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ചുമ്മാ എന്തോ പോയി പറഞ്ഞ്, അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല, എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജിസേൽ അന്നേരം അനുമോളിന്റെ നേരെ വീണ്ടും ദേഷ്യപ്പെടാൻ പോയിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്ത് ദേ കണ്ടോ എന്നെ വീണ്ടും പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോളിന്റെ നേരെ ജിസേൽ ചെല്ലുന്നത്. പക്ഷെ റെന ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. റെന പറയുന്നത് എനിക്ക് 19 വയസ്സേ ഉള്ളൂ, ഈ 19 വയസ്സിന്റെ പക്വതയൊക്കെ ഞാൻ മര്യാദയ്ക്ക് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 30 വയസ്സായില്ലേ, നിങ്ങൾ ഇതുവരെ ആ ഒരു പക്വത കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് റെന പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റും ശരിയുമുണ്ട്. അനുമോളിന്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറയുന്നത്, അനുമോൾ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങൾ, ജിസേലിന്റെ പിന്നാലെ പോയി നിയമം തെറ്റിച്ചു എന്നുള്ളത് CIDയെ പോലെ നോക്കി കണ്ടു, ഇതൊക്കെ കറക്റ്റാണ്. പിന്നെ ശൈത്യവുമായിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഇതെല്ലാം പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് റെന ഈ സംസാരിക്കുന്നത് അത്രയും. അതായത് കട്ടിലിൽ പോയി സ്ക്രീൻ സ്പേസ് കിട്ടാതെ മൂലയ്ക്ക് പോയിരുന്ന് പറയണ്ട, ഇവിടെ നിന്നങ്ങ് പറയി എന്നൊക്കെയാണ് റെന വിളിച്ചു പറയുന്നത്. അപ്പം ആ പറഞ്ഞതൊക്കെ സത്യത്തിൽ അത് എത്ര പോസിറ്റീവ്, അതായത് മീൻസ് പോസിറ്റീവ് എന്നല്ല, അനുമോള് പറഞ്ഞതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ പോലും ഈ ഒന്നിയിലൊക്കെ ജിസേലിന്റെ പിന്നാലെ നടന്ന് ഓരോന്ന് ഒലിപ്പിച്ചൊക്കെ പറയാറുണ്ട്, നമ്മൾ നെവിനും ഒക്കെ അങ്ങനെ സംസാരിക്കാറുണ്ട്. അതൊക്കെ എന്ത് സത്യമാണെങ്കിലും അതൊക്കെ അവരുടെ വരുമ്പോൾ ഉള്ള കൂട്ടുകെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ മാറിയിരുന്ന് ആ പറഞ്ഞത് അത് എന്തായാലും അനുമോൾ ചെയ്തത് തെറ്റാണത്. പക്ഷെ ആ സാഹചര്യം വെച്ചിട്ട് അത് അനുമോൾക്ക് ഉപയോഗപ്പെട്ടു എന്നേ പറയാനുള്ളൂ. വീണ്ടും അനുമോൾ ഈ പറഞ്ഞ ട്രാക്കിൽ ചുമ്മാ അടിയുണ്ടാക്കി അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അനുമോളുടെ കയ്യിൽ നിന്ന് പോയി, ശരിക്കും അനുമോളുടെ കയ്യിൽ നിന്ന് പോയി കിടക്കുകയാണ്. അനുമോൾ ഇനി കുറച്ചൊന്ന് സമാധാനപ്പെട്ട് ഒരു 2 ദിവസം ആരെടുത്തും മിണ്ടാതെ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഒന്ന് റിലാക്സ് ആകാതെ അനുമോൾ വീണ്ടും ഇവിടേക്ക് ഒരു ട്രാക്കിലേക്ക് വരുത്തില്ല. അപ്പൊ PR-ന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ കിടന്ന് നെഹളിക്കുന്നത് എന്ന് അക്ബറും പറയുന്നുണ്ട്. അനുമോൾക്ക് നല്ല സപ്പോർട്ടായിരിക്കും, അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരൊക്കെ, നമ്മൾ അനുമോളോട് എതിർത്താൽ നമുക്കെതിരെ തിരിയും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഏതായാലും റെനയുടെ വർത്തമാനം കുറച്ചധികം കൂടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അനുമോളിന്റെ ഭാഗത്തും തെറ്റുണ്ട്, റെനയുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ റെന ചോദിച്ച് പോകുന്നതും ചൊറിയാൻ പോകുന്നതും റെനയ്ക്ക് ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈസി ആയിട്ട് അനുമോൾ എടുത്ത് കൊടുക്കുന്നുമുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ഉറപ്പിക്കാം, അനുമോൾക്ക് ശൈത്യയുടെ കൂട്ടും ഇല്ല, ഇനി ആദില നൂറ ഇവരുടെ കൂട്ടുമില്ല. അനുമോൾ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. ഇനി അനീഷിനെ വെച്ച് പറയുകയാണെങ്കിൽ അനീഷ് സത്യം പറഞ്ഞാൽ ഈ ഒരു കളത്തിലേ അനീഷ് ഇല്ല. അനീഷ് ഇപ്പം സേഫ് ഗെയിമർ ആവുകയോ അല്ലെങ്കിൽ അനീഷ് ഇപ്പം മൊത്തത്തിൽ ഔട്ടായി എവിടെയോ മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിലൊന്നും അനീഷ് ഇടപെടുന്നില്ല. അപ്പോൾ അനീഷ് വന്ന് 2 ആഴ്ചയായപ്പോഴത്തേക്ക് അനീഷ് ഓഫായി എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അനുമോൾ വന്ന് ഇപ്പോൾ ഓണായി, അതിനി ഓവറാകുമോ ഒറ്റപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.